191 വയസ്സുള്ള ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ ജീവികളിൽ ഒന്നായ ഒരാമയുടെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതെ, ഒരാമയ്ക്ക് 191 വയസ്സ് പ്രായമുണ്ടത്ര. അദ്ദേഹത്തിന്റെ പേര് ജോനാഥൻ എന്നൊക്കെയാണ്. സ്റ്റൈലൻ പേരൊക്കെയുള്ള ജോനാഥൻ സോഷ്യൽ മീഡിയയിലൊക്കെ കുറച്ച് കാലങ്ങളായിട്ട് ട്രെൻഡിങ്ങിലാണ് കേട്ടോ. നമ്മുടെ ഇന്ത്യൻ ഓഷ്യനിലുള്ള സെന്റ് ഹെലന ദ്വീപിലെ ഗവർണറുടെ വീട്ടിലെ സ്ഥിര താമസക്കാരനാണ് നമ്മുടെ ജോനാഥൻ. ഏകദേശം 1882 കാലഘട്ടത്തിലാണ് ജോനാഥൻ സെന്റ് ഹെലന ദ്വീപിലേക്ക് എത്തുന്നത്. അന്ന് അവന്റെ കൂട്ടത്തിൽ വേറെയും കുറച്ച് ആമകളൊക്കെ ഉണ്ടായിരുന്നു. അന്ന് തന്നെ ജോനാഥൻ ഏകദേശം 50 വയസ്സ് പ്രായമുണ്ടെന്നാണ് പറയുന്നത്. ഗിന്നസ് വേൾഡ് റെക്കോർഡ്സിന്റെ കണക്കുകൾ പ്രകാരം ജോനാഥൻ ജനിച്ചിട്ടുള്ളത് 1832 എന്നാണ് പറയപ്പെടുന്നത്. ചിലർ പറയുന്നത് അതിനെക്കാട്ടിലും വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ജോനാഥൻ ജനിച്ചിട്ടുണ്ടെന്നുമാണ്. അങ്ങനെ സെന്റ് ഹെലന ദ്വീപില് ഗവർണറുടെ വീട്ടില് നല്ല അടിപൊളിയായിട്ട് ജീവിച്ചു പോരായിരുന്ന ജോനാഥന് ആ പേര് കൊടുത്തത് 1930 അവിടുത്തെ ഗവർണറായിട്ട് വന്ന സർ സ്പെൻസർ ഡേവിസ് ആണ്. അത്രയും നാള് ഏകദേശം 31ഓളം ഗവർണർമാർ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഏകദേശം 31ഓളം ഗവർണർമാരുടെ കൂടെ ജോനാഥൻ ജീവിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പ്രായത്തിന്റെ പേരിൽ ലോക പ്രശസ്തനായ ജോനാഥൻ എന്ന ആമ മുത്തശ്ശന്റെ പേരിൽ സ്റ്റാമ്പൊക്കെ ഇറക്കിയിട്ടാണ് സെന്റ് ഹെലന നിവാസികളും ലോകവും അദ്ദേഹത്തിന്റെ 190ാമത്തെ പിറന്നാളിൽ അദ്ദേഹത്തിനോടുള്ള ഇഷ്ടം കാണിച്ചത്. ഇപ്പതേ ആൾക്ക് 191 വയസ്സായിട്ടുണ്ട്. അപ്പം ജോനാഥനെ നോക്കാനായിട്ട് അല്ലെങ്കിൽ ജോനാഥന്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന വലിയൊരു ടീം തന്നെ സെന്റ് ഹെലനയിലുണ്ട്. അവരാണ് അവന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻസും ബാക്കി ഭക്ഷണങ്ങളും വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിലെ മെയിൻ ആയിട്ടുള്ള ജോ ഹോളിൻസ് എന്ന വ്യക്തി പറഞ്ഞത്, ഇപ്പം ജോനാഥന് കുറച്ച് തിമിരമൊക്കെ ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്, ഗന്ധമൊക്കെ കുറച്ചൊക്കെ തിരിച്ചറിയാണ്ടായി തുടങ്ങിയിട്ടുണ്ട്, പ്രായമാകുന്നതിന്റെ ചില ലക്ഷണങ്ങളാണ് ഇതൊക്കെ. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആൾക്ക് ഭക്ഷണത്തിനോടുള്ള ആ ഒരു കൊതി ഇപ്പോഴും തീർന്നിട്ടില്ലെന്നാണ്. അപ്പൊ ജോനാഥന്റെ കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താ വെച്ചാല്, നല്ല സ്ട്രിക്റ്റ് ഡയറ്റും പ്രോപ്പർ ലിവിങ് ഒക്കെയാണ് നമുക്കുള്ളതെന്നാണെങ്കിൽ 150 190 നമ്മൾ പോയില്ലെങ്കിലും അത്യാവശ്യം നല്ല കാലത്തോളം തരക്കേടില്ലാണ്ട് ആരോഗ്യത്തോടെ നമുക്ക് ജീവിച്ചിരിക്കാനായിട്ട് സാധിക്കും. പിന്നെ ലോകം മുഴുവൻ ആഗ്രഹിക്കുന്നത് പോലെ 3ാം നൂറ്റാണ്ടിലേക്കും ജോനാഥൻ പ്രവേശിക്കട്ടെ.